നാടകം രണ്ടാം ഊഴം. രചന ബാബു പള്ളാശ്ശേരി. അവതരണം മനോജ് കാലടി. അനുഗ്രഹിച്ചാൽ പ്രിയപ്പെട്ടവരെ, വളരെ വൈകിയ വേളയിൽ ഈ ഒരു ഏകാംഗ നാടകം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ ഏകാംഗ നാടകം അവതരിപ്പിക്കുമ്പോൾ ഉയരം കുറഞ്ഞ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരുപക്ഷെ പുറകിലുള്ളവർക്ക് പലരും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും നിങ്ങളുടെ നിശബ്ദമായ ഒരു സഹകരണം ആദ്യാവസാനം മുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. അനുഗ്രഹിച്ചാലും രണ്ടാം ഊഴം. ചങ്ങല കൊണ്ട് കൂട്ടിയത് എന്റെ കാല് വേദനിക്കുന്നു. ഇവിടെ ആരുമില്ലേ ഈ ചങ്ങലയൊന്ന് തുറന്നു വിടാൻ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അല്ല, ഇതേതാ സ്ഥലം? എന്റെ വീട് അല്ല, എന്റെ വീടല്ല. എന്റെ പ്രിയപ്പെട്ട പഠനമുറി അല്ല, എന്റെ പഠനമുറിയല്ല, എന്റെ പഠനമുറിയല്ല. ഓ, ശരീരം വിറയ്ക്കുന്നു. പ്ലീസ്, ഒരു പഫ് തരൂ, ഒരു പഫ് തരൂ. ഇല്ല, പ്ലീസ്, ഒരു ഡ്രോപ്സ് എങ്കിലും തരൂ, ഒരു ഡ്രോപ്സ് എങ്കിലും. ഇല്ല, ഇല്ല, ഇല്ല. മനുഷ്യരക്തത്തിന് ഇത്രത്തോളം ലഹരിയുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി എന്തിന് ഞാൻ ഭയക്കണം? എൻ്റെ ശരീരത്തിലെ അവസാനത്തുള്ള രക്തം വരെ എനിക്ക് കുടിക്കാം. അത് കഴിഞ്ഞ ഇവിടേക്ക് വരുന്നത് അതൊരു പക്ഷേ എൻ്റെ അമ്മയായിരിക്കും. അവരുടെ രക്തം. അല്ലെങ്കിലും ഞാനും നീയുമൊക്കെ സ്വന്തം അമ്മയെ തിന്നല്ലേ വളർന്നത്. മുഖം. ഇത് ഞാനല്ല, ഇത് ഞാനല്ല. നീണ്ടു വളർന്ന താടി രോമങ്ങൾ, ജല പിടിച്ച തലമുടി അല്ല, അല്ല. ഇത് ഞാനല്ല, ഇത് ഞാനല്ല. നീണ്ടു വളർന്ന ഈ താടി രോമങ്ങൾക്കിടയിലൂടെ, തഴച്ചു വളർന്ന ഈ തലമുടികൾക്കിടയിലൂടെ ഞാൻ എന്നെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം.
ഞാൻ ഹരികൃഷ്ണൻ, വയസ്സ് 20, ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥി. മറ്റു കുട്ടികളെപ്പോലെ കേവലം പുസ്തകപ്പുഴുവായിരുന്ന വിദ്യാർത്ഥിയായിരുന്നില്ല ഞാൻ. നന്നായി പഠിക്കും, കവിതകൾ എഴുതും, കഥ പറയും, നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി ഇടപെടും. എൻ്റെ അച്ഛൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അമ്മ നിരവധി ശിക്ഷണ സമ്പത്തുള്ള മാതൃകാ അധ്യാപികയ്ക്കുള്ള അവാർഡ് നേടിയ ഒരു റിട്ടയർഡ് അധ്യാപിക. എന്നിട്ടും ഞാൻ ആ ലക്ഷ്മണരേഖ ലംഘിച്ചു. ഗുരുപാഠങ്ങളുടെ, അനുഭവങ്ങളുടെ, ബന്ധങ്ങളുടെ, കടപ്പാടുകളുടെ ലക്ഷ്മണരേഖ. ആരോ പറഞ്ഞ പോലെ ന്യൂജൻ സിനിമാ സംവിധായകർ വലിച്ചാസ്വദിക്കുന്ന സ്വർണ്ണ പുക. ഈ മഴമേഘങ്ങൾക്കൊക്കെ എന്താ ഇത്ര ചൂട്? ശരീരം ചുട്ടുകൊള്ളുന്നു. പോലും കനക്കട്ടയുടെ ചൂട്. ശരീരം തളരുന്നു, തൊണ്ട വരളുന്നു. എന്നാ ഈ പുഴയിലെ വെള്ളമൊക്കെ കൊക്കക്കോളയായത്? എന്നാ ഈ പുഴയിലെ വെള്ളമൊക്കെ കൊക്കക്കോളയായത്? ഇവിടെ കൂടിയിരുന്ന സ്ത്രീകൾക്കെല്ലാം ഒരേ മുഖച്ച. ഇതിലേതാ എൻ്റെ അമ്മ? ഇതിലേതാ എന്റെ പെങ്ങൾ? ഒന്നും ഓർമ്മ കാണുന്നില്ല, ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എഴുതിയ കവിതയിലെ വരികൾ, ഞാൻ പഠിച്ച പാഠപുസ്തകത്തിലെ പാഠങ്ങൾ, ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പോരാ, സ്വർണ്ണപ്പുക പോരാ, മറിച്ച് അതിലും എന്തെങ്കിലുമാണ് എനിക്ക് കിട്ടിയേ തീരൂ. അന്വേഷിച്ചു, അവസാനം ഞാൻ കണ്ടെത്തി. എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് തന്നു. ആദ്യത്തെ ഡോസ് പൂർണ്ണമായും സൗജന്യമായി അവൻ എനിക്ക് തന്നു. പിന്നീട് എന്നോടൊരു വലിയ തുക ആവശ്യപ്പെട്ടു. ജോലിയും കൂലിയും ഇല്ലാത്ത എനിക്ക് എവിടെ നിന്നാണ് ആ പണം? അങ്ങനെയാണ് നിങ്ങളൊക്കെ കാണുന്ന ഈ ഹരി മോഷ്ടാവായത്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച ആ പണം ഞാൻ മോഷ്ടിച്ചു. അതും തികയാതെ വന്നപ്പോൾ വിവാഹത്തിന് 4 നാൾ മാത്രം ബാക്കി നിൽക്കെ എൻ്റെ അച്ഛനും അമ്മയും സ്വരുക്കൂട്ടി വെച്ച, പെങ്ങൾക്കായി സ്വരുക്കൂട്ടി വെച്ച ആ സ്വർണത്തിൽ ഞാൻ കൈവച്ചു. അന്നാദ്യമായി എൻ്റെ അച്ഛൻ എന്നെ തല്ലി. എന്താണ് നീ കാട്ടുന്നത്? അതെടുത്തു പോകരുത്, തൊട്ടുപോകരുത്. അതെ, വഴിയിലെങ്ങാനും തടസ്സമായി നിന്ന കുത്തി കീറിയാൽ. നീ എന്താണ് ഈ പറഞ്ഞത്? നീ ആരോടാടാ ഈ പറഞ്ഞത്? നിന്റെ അച്ഛനല്ലേടാ അത്?
നിന്റെ അച്ഛനും ഒരു പുരുഷായുസ് മുഴുവൻ പണിയെടുത്തുണ്ടാക്കിയ സ്വർണമാണത്. മാത്രമല്ല, ഇവിടെ ഉയരുന്ന വിവാഹപ്പന്തലിൽ 4 നാൾ കഴിഞ്ഞാൽ സർവാഭരണ വിഭൂഷിതയായി നമ്മുടെ ചിന്നുമോൾ കഴിയാനുള്ള ആഭരണങ്ങളാണ് അത്. അരുത്, എന്റെ ഉണ്ണി അത് എടുക്കരുത്. ഈ അമ്മ നിന്റെ കാല് പിടിക്കാം. അരുതുണ്ടി, അരുത്. തള്ളേ, പെറ്റ വയറാണെന്ന് ഞാൻ നോക്കില്ല. ആണി ചവിട്ടും. 10 മാസം ചുമന്ന ആ ഗർഭപാത്രം നോക്കി ഞാൻ ആഞ്ഞു ചവിട്ടി. ഒരു പൂച്ചക്കുട്ടിയെ പോലെ അമ്മ ആ മുറിയുടെ മൂലയ്ക്ക് ചെന്ന് വീണു. എന്നിട്ട് ആ പണവുമായി ഞാൻ അടിച്ചു പൊളിച്ചു. ലഹരി, 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 എന്നെ മറക്കുന്ന ലഹരി. നൂല് പൊട്ടിയ പെട്ടം പോലെ ഈ ലോകം മുഴുവൻ എനിക്ക് ചുറ്റും കറങ്ങുന്നു. തെരുവ് മുഴുവൻ വിജയമാണ്. വേട്ടപ്പട്ടികൾ ചുറ്റും. അവസാനം കയ്യിലുള്ള പണമെല്ലാം തീർന്നു. ക്ഷീണിച്ച അവശനായി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അമ്മേ, 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 അമ്മേ. വീട്ടിലെത്തിയ ഞാൻ കണ്ടു വീടിന്റെ ചുവരിൽ ഒരു ചില്ലുകൂട്ടി ചിത്രമായിരിക്കുന്ന എൻ്റെ അച്ഛനെ. അന്ത്യകർമ്മങ്ങളൊക്കെ ആരൊക്കെയോ ചെയ്തു. മാത്രമല്ല, ഇരുട്ട് നിറഞ്ഞ ആ മുറിയുടെ പാതിചാരിയ വാതിൽപ്പഴുതിലൂടെ 2 കണ്ണുകൾ എന്നെ ഭയത്തോടെ നോക്കുന്നു. അപ്പോഴേക്കും എന്റെ ദീനവിലാപം കേട്ട് അമ്മ ഓടി വന്നു. അമ്മേ, അമ്മേ, ഉണ്ണിക്ക് വിശക്കണു. അമ്മേ, ഉണ്ണിക്ക് വിശക്കണു. ഉണ്ണിക്ക് വിശക്കണു. അമ്മേ. എന്റെ ദയനീയ അവസ്ഥ കണ്ട് ആ മാതൃഹൃദയം തേങ്ങി. അമ്മ എനിക്ക് ഭക്ഷണം ഉരുട്ടി തന്നു. അമ്മേ, മിടച്ചൻ, മിടച്ചൻ, ഉണ്ണേ, ക്ഷമിക്കുക. എല്ലാം ഒരു ദുസ്വപ്നം പോലെ നീ കരുതുക. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചു. വിവാഹം മുടങ്ങിയ നമ്മുടെ ചിന്നുമോൾ അതാ ആ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ അന്നു മുതൽ അഭയം പ്രാപ്തു. മാനസിക നില തെറ്റിയ അവൾക്ക് വാർദ്ധക്യം കൊണ്ട് അവശത അനുഭവിക്കുന്ന ഈ അമ്മയ്ക്ക് ഇനി തുണയാവേണ്ടത് നീയാണ്. അച്ഛന്റെ സ്ഥാനത്തിരുന്ന് നീ വേണം ഉണ്ണി, ഞങ്ങളെ സംരക്ഷിക്കും. അതുകൊണ്ട് എന്റെ കുട്ടി കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറക്കുക. അപ്പോഴും അമ്മ ഭക്ഷണം വായിലേക്ക് വെച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും
എൻ്റെ കണ്ണുകൾ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ആ സ്വർണ്ണമാലയിലായിരുന്നു. അല്ലെങ്കിലും വിധവയായ അമ്മയ്ക്ക് നീ എന്തിനാ ഒരു സ്വർണം പൊട്ടിച്ചെടുത്തു? ഒരു കള്ളനെ പോലെ ഞാൻ ഓടി പറഞ്ഞു. എന്നിട്ട് അത് വിറ്റ് കിട്ടിയ പൈസക്ക് ഒരു സ്വയംപൻ സാധനം വാങ്ങി ഞാൻ കുത്തിയാക്കി. ഈ ലോകം മുഴുവൻ എന്റെ കാൽക്കീഴിലായി കഴിഞ്ഞു. ലഹരി എന്റെ സിരകളിലൂടെ പടർന്നു കയറിയപ്പോ എന്റെ മനസ്സിൽ കാമാഗ്നികൾ ഉണർന്നു. കടിച്ചിറക്കിയ വികാരങ്ങളെ കെട്ടുപൊട്ടിക്കാൻ എനിക്കൊരു സ്ത്രീ ശരീരം വേണം, ഒരു പച്ചയായ പെൺ ശരീരം വേണം. ഇവിടെയുണ്ട്. അവളെ ഞാൻ എന്നിലേക്ക് ആവാഹിച്ച് ഒരു പുരുഷന്റെ ശൗര്യവും ഞാൻ അവളിൽ അടന്നാടും. എന്നെ തല്ലരുത്. എന്നെ കല്ലെറിയരുത്. എന്നെ കാല് ചങ്ങലയിട്ട് വലിക്കരുത്. അരുത്. എന്നെ തല്ലരുത്. ലഹരി എന്റെ സിരകളിലൂടെ പടർന്നു കയറിയപ്പോ ഞാൻ എന്നെ തന്നെ മറന്നു. എന്റെ സിരകളിൽ ലഹരി പടർന്നപ്പോൾ ഞാൻ അറിയാതെ kick off darkness. അരുത്. എന്നെ തല്ലരുത്. എന്നെ പെറ്റു വളർത്തിയ എന്റെ മാതാപിതാക്കളെ മാപ്പ്. അറിവിന്റെ ആദ്യ അക്ഷരങ്ങൾ പകർന്നു തന്ന എന്റെ ഗുരുനാഥന്മാരെ മാപ്പ്. എന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ എന്റെ പ്രിയ സുഹൃത്തുക്കളെ മാപ്പ്. വേണം സമസ്ത പാപങ്ങളും ഈ പാപനാശിനിയിൽ ഒഴുക്കിക്കളഞ്ഞ മാനവ സ്നേഹത്തിന്റെ ബന്ധങ്ങളുടെ കടപ്പാടുകളുടെ പുതിയൊരു സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ എനിക്കൊരവസരം. സമസ്ത പാപങ്ങളും ഒഴുക്കിക്കളയാൻ വേണം എനിക്കൊരു രണ്ടാമൂഴം വേണം.